സ്പൈസ് നട്ട്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ സിംഗിൾ പോട്ട് ചിക്കൻ ബിരിയാണി ആക്കിയല്ലോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന വളരെ ലെസ് സ്പൈസി ആയിട്ടാണ് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ 2 കപ്പ് ബസ്മതി റൈസ് എടുത്തതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 20 മിനിറ്റ് കുതിർക്കാൻ മാറ്റി വയ്ക്കുക. ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ, 2 ടേബിൾ സ്പൂൺ നെയ്യ്, അത് രണ്ടും ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ബേ ലീവ്സ്, ഒരു സ്റ്റാർ അനീസ്, ചെറിയ പീസ് പട്ട, 3 ഏലക്ക, 4 ഗ്രാമ്പു, 30 സെക്കൻഡ് ഇതൊന്ന് ജസ്റ്റ് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് മീഡിയം വലിപ്പമുള്ള 2 സവാള വളരെ ചെറുതായി കട്ട് ചെയ്തെടുത്തത്. ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് ബ്രൗൺ കളറായി തുടങ്ങുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. സവാള ഒന്ന് ചെറുതായി ബ്രൗൺ കളറായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ കീറിയത്, 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഏകദേശം 30 സെക്കൻഡോളം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക, അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അതിലേക്ക് മീഡിയം വലുപ്പമുള്ള തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് തക്കാളി നല്ല സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഉപ്പ്. ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് 30 സെക്കൻഡോളം ഇതിൻ്റെ പച്ചമണമെല്ലാം പോകുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. 30 സെക്കൻഡിന് ശേഷം അതിലേക്ക് 1/2 കിലോ ചിക്കൻ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് യൂസ് ചെയ്യുന്നത്. ബോൺലെസ് വേണമെന്ന് ഒരു നിർബന്ധമില്ല, സാധാ ചിക്കൻ യൂസ് ചെയ്യാം. സാധാ ബോണോട് കൂടി യൂസ് ചെയ്യാം. ഒരു മീഡിയം സൈസിൽ ബിരിയാണി കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് നന്നായിട്ട് ചേർത്ത് ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റോളം അതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. 5 മിനിറ്റ് ചിക്കൻ കുക്ക് ചെയ്ത ശേഷം അതിലേക്ക് ലെമൺ ജ്യൂസ് 1 ടേബിൾ സ്പൂൺ, 1/4 കപ്പ് നല്ല തിക്കായിട്ടുള്ള കേട്, പുളിയില്ലാത്ത നല്ല തിക്കായിട്ടുള്ള കേട്, അതല്ലെങ്കിൽ യോഗട്ട് യൂസ് ചെയ്യാം. 1/2 കപ്പ് മല്ലിയില ഒന്ന് കട്ട് ചെയ്തിട്ടതാണ്, 1/2 കപ്പ് പുതിനയില മിൻറ്റ് ലീവ്സ്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം അതിലേക്ക് ഊറ്റി വെച്ച് 20 മിനിറ്റോളം വെള്ളത്തിലിട്ട ശേഷം ഊറ്റി വെച്ച് ബസ്മതി റൈസ് ഇട്ട് കൊടുക്കുക. 2 കപ്പ് ബസ്മതി റൈസാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻസ്ട്രുമെൻറ്റുകളെല്ലാം അതിനനുസരിച്ചിട്ടാണ്. റൈസ് ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സാധാ വെള്ളം, പച്ചവെള്ളമാണ്, ചൂടുവെള്ളമൊന്നും ഒഴിക്കുന്നില്ല. നന്നായിട്ട് ഇളക്കി വെച്ച ശേഷം ഇനി കുക്കർ അങ്ങനെ തന്നെ അങ്ങ് അടച്ചു കൊടുക്കുകയാണ്. കുക്കർ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരൊറ്റ വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഒറ്റ വിസിൽ വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് 15 ടു 20 മിനിറ്റോളം ഈ കുക്കറിൽ തന്നെ അടച്ചു വയ്ക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് 15 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. ഇത് പതിയെ ഒരു സെർവിംഗ് ബോളിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, മെഷർമെൻറ്റ് കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. ഇതുപോലുള്ള വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയും മറ്റൊരു വിഭവമായിട്ട് അടുത്ത ആഴ്ച കാണുന്നവരേക്കും.